കാസർഗോഡ് മടക്കരയിലെ പഴയ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിൽ 35 വർഷം മുൻപ് സ്ഥാപിച്ച ഫിഷിംഗ് ലാൻഡിംഗ് സെന്ററിൽ വാർഫ് തകർന്ന് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. സംഭവം 2 വർഷം മുൻപ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികളില്ല. ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമായി 100-ലേറെ ബോട്ടുകൾ എത്താറുള്ള മടക്കര പഴയ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വാർഫിന്റെ തൂണുകൾ പഴകി ദ്രവിച്ചിട്ട് കാലങ്ങളായി. അടിഭാഗം തകർന്ന് തുരുമ്പെടുത്ത കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഏത് സമയവും ഇവിടെ ഒരു അപകടമുണ്ടാകാമെന്നതാണ് അവസ്ഥ. വാർഫ് തകർന്നാൽ ഇവിടെ കെട്ടിയിടാറുള്ള ബോട്ടുകൾ കടലിലെത്തും. 50ഓളം ബോട്ടുകൾ മീനിറക്കിയ ശേഷം തകർന്ന വാർഫിനോട് ചേർന്നാണ് നിർത്തിയിടുന്നത്. അടിഭാഗമെല്ലാം പൊട്ടി വീഴുകയും വാർഫ്. അപ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു കൊണ്ടുവന്ന് വരുന്നതുകൊണ്ട് ഈ സമയത്ത് അപകടാവസ്ഥ ഉണ്ടാകുന്നു. 2 വർഷമായിട്ട് ഇത് കൊടുത്ത് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയതാണ്ട് അതിൻ്റെ അടിയിലത്തെ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ഇത് 10-40 ബോട്ടോളം വന്ന് ഇവിടെ ലാൻഡിങ് ചെയ്യുന്നുണ്ട്. 60 മീറ്ററാണ് നിലവിലെ വാർഫിന്റെ നീളം. ഇത് 150 മീറ്ററാക്കി മാറ്റണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ലേലപ്പുരയിലാണ് തൊഴിലാളികളുടെ വിശ്രമവും വല നന്നാക്കലുമെല്ലാം നടക്കുന്നത്. തീരദേശ മീൻപിടുത്ത തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കി മത്സ്യസമ്പത്ത് പരമാവധി കരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1990-ൽ പ്രവർത്തനം തുടങ്ങിയ ഫിഷ് ലാൻഡിംഗ് സെന്ററാണ് ചെറുവത്തൂർ മടക്കരയിൽ തകർന്നു കിടക്കുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്.